നമസ്കാരം, ദിയാസ് കിച്ചൻ ഇരമ്മിലേക്ക് സ്വാഗതം. ഇന്ന് മില്ലറ്റ്സ് വെച്ചിട്ട് വളരെ ഹെൽത്തിയുള്ള റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ അര കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് മില്ലറ്റ്. അര കപ്പ് ചെറുപയർ എടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി മില്ലറ്റ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുടോ മില്ലറ്റാണ് എടുത്തേക്കുന്നത്. മലയാളത്തിൽ വരകെന്ന് പറയും. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. ഇത് മാത്രമല്ല, ഇതിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. മില്ലറ്റ് എടുക്കുമ്പോൾ ഏത് തരം മില്ലറ്റ് വേണമെങ്കിലും എടുക്കാം. മാർക്കറ്റിൽ പലതരത്തിലുള്ള മില്ലറ്റ് വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിരാനായിട്ട് വെക്കണം. കുറഞ്ഞതൊരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. കുതിരാൻ വെച്ചിട്ട് അറൗണ്ട് ഒരു 9 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാകും. കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെറുപയറും മില്ലറ്റ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് ഇതൊന്ന് മാറ്റാം. കുതിരാൻ വെച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് അരച്ചെടുക്കാനായിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലെ വെള്ളം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. ഒരു വറ്റൽമുളക്, 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വറ്റൽമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഒരു അളവിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസ്റ്റായിട്ട് ചേർക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ ദോശ ബാറ്ററിനൊക്കെ തയ്യാറാക്കുന്നതൊക്കെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒത്തിരി അങ്ങ് ലൂസായിട്ട് അരച്ചെടുക്കല്. ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം അരച്ചെടുക്കാനായിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണിനെക്കാട്ടിയും കുറവ് കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മളിപ്പോൾ മിക്സ് ആക്കുമ്പോൾ ചിലപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടെന്ന് തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല. ദോശ തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ആവശ്യമായിട്ടുണ്ട്. ഇതിൽ 1/4 ഭാഗം ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഏതാണോ നമുക്ക് എളുപ്പം അതനുസരിച്ച് ചെയ്തെടുക്കാം. ഇത് കൂടാതെ തന്നെ വേണമെങ്കിൽ കോൺ ഉണ്ടല്ലോ, സ്വീറ്റ് കോൺ, അത് ചേർക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയും കൂടെ തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/2 കപ്പ് നാളികേരം, കൂടെ തന്നെ 3 ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല മസ്റ്റായിട്ട് ചേർക്കണേ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. കരിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് ഒഴിച്ചെടുക്കുക. ഇതിപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായിട്ട് എടുക്കുന്നില്ല, കുറച്ച് കട്ടിയായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് താളിച്ചും കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, കരിവേപ്പില ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ റെഡിയാക്കി വെച്ചേക്കുന്ന ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു ചട്നിയാണ്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഒരു പാനിലോട്ട് വളരെ ചെറിയ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കടുകും വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബീട്രൂട്ടും ക്യാരറ്റും കൂടാതെ തന്നെ സ്വീറ്റ് കോൺ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം. പെട്ടെന്ന് വേകുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, കൊളസ്ട്രോൾ പേഷ്യൻസിന്, അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മാക്സിമം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഓവർ കുക്ക് ചെയ്തെടുക്കല്ലേ. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മുതൽ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും. ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നാളികേരം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ നാളികേരം ഒന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ടാട്ടോ തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം.
നമുക്ക് ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ദോശ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൃത്തിയുള്ള ടിഷ്യോ തുണിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടും തുടച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ദോശ നിരത്തുന്ന കണക്ക് ഇതുപോലെ നിരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നെയ്യോ എണ്ണയോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മില്ലറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോൾ കഴിയുമെങ്കിൽ നെയ്യ് എടുക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടും ക്യാരറ്റും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്ങിന് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഹെൽത്തിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. കാണുന്നുണ്ടോ, വളരെ ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ദോശ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റും. അടുത്ത ദോശയും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം. മാവ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. അടുത്ത സൈഡ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിംഗ് വെച്ചെടുക്കാം. നേരത്തെ നമ്മൾ ഒരു സൈഡാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ ദോശ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലിംഗ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫില്ലിംഗ് വെക്കുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അങ്ങനെ 2 തരത്തിലെ ഫില്ലിംഗ് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ചട്നിയും സാമ്പാറുണ്ടെങ്കിൽ സാമ്പാറും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചട്നി ആണെങ്കിൽ ഓക്കെയാണ്. സാമ്പാറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മില്ലറ്റ്സ് മലയാളത്തിൽ പറയുന്നത് ചെറുധാന്യങ്ങളാണ്. ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും മില്ലറ്റ് പതിവായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണേ. മുന്നത്തെക്കാട്ടിലും ഇപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്